ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായാ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമശ്ചണ്ഡികായൈ. ഹരി ഓം ഹരി ഓം ഹരി ഓം. അപ്പോൾ നമ്മൾ ദേവീ മാഹാത്മ്യത്തിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലും ദേവീ മാഹാത്മ്യത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ അംഗങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ, ആ പാരായണത്തെ സംബന്ധിച്ചതായിട്ടുള്ള നിയമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദേവീ മാഹാത്മ്യത്തെ നമുക്ക് ഇനി ഉള്ളിലോട്ട് കടന്ന് ഒന്ന് പരിചയപ്പെടാം. കൂടുതൽ വിശദമായിട്ടുള്ള പഠനം നമ്മൾക്ക് പിന്നീട് ഉണ്ടാവാം. ഇപ്പോൾ ആദ്യം ഒന്ന് സാമാന്യം പരിചയപ്പെടാം, എന്താണ് ദേവീ മാഹാത്മ്യം എന്നുള്ളത്. അപ്പോൾ മുമ്പും പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ 18 പുരാണങ്ങളിൽ ഏറ്റവും ചെറിയൊരു പുരാണമാണ് മാർക്കണ്ഡേയ പുരാണം എന്നുള്ളതായിട്ടുള്ള പുരാണം. ആ മാർക്കണ്ഡേയ പുരാണങ്ങളിൽ സർഗങ്ങളോ സ്കന്ധങ്ങളോ കാണ്ഡങ്ങളോ ഒന്നുമില്ല, ആകെ അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 140ഓളം അധ്യായങ്ങളാണ് അതിലുള്ളത്. ആ അധ്യായങ്ങളിൽ 78 മുതൽ 90 വരെയുള്ള 13 അധ്യായങ്ങളായിട്ടാണ് ദേവീ മാഹാത്മ്യം വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ആ 13 അധ്യായങ്ങൾ അതിനെ 3 ചരിതങ്ങളായി വിഭജിച്ചിരിക്കുന്നു.
ദേവി മാഹാത്മ്യത്തിൽ 3 ചരിതങ്ങളാണ് ഉള്ളത്. എന്ന് വെച്ചാലോ ദേവിയുടെ 3 അവതാര ലീലകളാണ് ഉള്ളത്. അപ്പോൾ അത് പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം, ഇങ്ങനെ 3 ചരിതങ്ങളായി അറിയപ്പെടുന്നു. പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം. അതിൽ പ്രഥമചരിതം ഒരധ്യായമേ ഉള്ളൂ. 1-ാം അധ്യായം മധുകൈടഭവധം എന്നുള്ളതായിട്ടുള്ള കഥയോട് കൂടിയിട്ടാണ് ആ പ്രഥമചരിതം അവതരിപ്പിക്കപ്പെടുന്നത്. 2-ാമത്തെ ചരിതത്തിൻ്റെ പേരാണ് മധ്യമചരിതം. അത് 2, 3, 4 3 അധ്യായങ്ങളാണ് മധ്യമചരിതം. മഹിഷാസുരവധം എന്നതാണ് അതിലെ മുഖ്യ കഥ. മഹിഷാസുരമർദിനിയാണ് ആ മധ്യമചരിതത്തിലെ മുഖ്യദേവി. അത് കഴിഞ്ഞ് 3-ാമത്തെ ചരിതത്തിൻ്റെ പേരാണ് ഉത്തമചരിതം. 5 മുതൽ 13 വരെയുള്ള 9 അധ്യായങ്ങളും ഉത്തമചരിതത്തിൽപ്പെടുന്നു. ശുംഭനിശുംഭവധം എന്ന കഥയാണ് അതിൻ്റെ മുഖ്യ കേന്ദ്ര ബിന്ദു. അതിനോട് അനുബന്ധപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുമ്പും പിമ്പുമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ 9 അധ്യായങ്ങളായി ഉത്തമചരിതം. അപ്പം അങ്ങനെ 1 + 3 + 9, 1 + 3 + 9 എത്രയായി? 1, 3, 4, 4, 9, 13. അങ്ങനെ 13 അധ്യായങ്ങളാണ് ദേവി മാഹാത്മ്യം. ഇതിൽ അതിൻ്റെ വരികളുടെ ഉള്ളിൽ ദേവി ബീജമന്ത്രങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഋഷി. ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അത് നമുക്ക് സ്പഷ്ടമായിട്ട് അറിയില്ല. മന്ത്രശാസ്ത്ര വിദഗ്ധന്മാർക്ക് മാത്രമേ അത് ചികഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. അതിനൊരു കലയുണ്ട്, ഒരു അറിവ് വേണം, ഒരു സ്കില്ല് വേണം. അതിന് ചണ്ഡികാഹോമത്തിന് ദേവി മാഹാത്മ്യം തന്നെയാണ് എടുക്കുന്നത്. ദേവി മാഹാത്മ്യ പാരായണത്തോടു കൂടി തന്നെയാണ് ചണ്ഡികാഹോമം നടത്തുക. ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ആദ്യമായിട്ട് വന്ന ആളുകളായിരിക്കാം. സ്വാഗതം. അപ്പോൾ മന്ത്രശാസ്ത്ര വിശാരദന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ശ്ലോകങ്ങളുടെ ഇടയിൽ മറച്ചു വച്ചിരിക്കുന്ന മന്ത്രബീജാക്ഷരങ്ങളെ ചകഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. ആ ചകഞ്ഞെടുക്കലിന് ഒരു സാമർഥ്യം ഉണ്ട്. അത് ഗുരുക്കന്മാരിൽ നിന്ന് ആ കല അഭ്യസിച്ചാൽ മാത്രമേ, ആ മന്ത്രശാസ്ത്രം അഭ്യസിച്ചാൽ മാത്രമേ നമുക്കത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊന്നും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലൊന്നും ഇതൊന്നും പഠിപ്പിക്കില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. നമ്മൾ ആ വിഷയത്തിൽ അന്ധന്മാരാണ്, നമുക്കറിയില്ല. അപ്പോൾ ആ മന്ത്രശാസ്ത്രം അറിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഈ 13 അധ്യായങ്ങളിൽ 700 മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതിന് സപ്തശതീ എന്ന പേര്. സപ്തശതി, സപ്തം 7, ശതം 100. അപ്പോൾ 700 ഉള്ളത് സപ്തശതീ. 700 മന്ത്രങ്ങളുള്ളത് കൊണ്ടാണ് ദേവി മാഹാത്മ്യത്തിന് സപ്തശതീ എന്ന പേര്. അതിൽ ദുർഗയുടെ സപ്തശതി ആയതുകൊണ്ട് ഇതിന് ദുർഗാ സപ്തശതി എന്ന പേര്. നമ്മുടെ സാഹിത്യത്തിൽ മറ്റൊരു സപ്തശതി ഉണ്ട്. ഏതാണത്? സാക്ഷാൽ ശ്രീമദ് ഭഗവത്ഗീത ഒരു സപ്തശതിയാണ്. അത് 700 ശ്ലോകങ്ങളാണ് അതിലെ സപ്തശതി. 700 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. 18 അധ്യായങ്ങളിൽ കൃഷ്ണാർജുന സംവാദമാണ് അതിലെ മുഖ്യമെങ്കിലും ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങി സഞ്ജയ ഉവാച എന്ന് ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന സഞ്ജയൻ്റെ വചനങ്ങളോടുകൂടി തുടങ്ങി സഞ്ജയൻ്റെ വചനങ്ങളോടുകൂടി അവസാനിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ അവതരണം. അതിനകത്ത് വരുന്ന പ്രധാന സംവാദം ശ്രീകൃഷ്ണ അർജുന സംവാദം. അപ്പോൾ ആ ശ്രീകൃഷ്ണ അർജുന സംവാദവും ധൃതരാഷ്ട്ര സഞ്ജയ സംവാദവുമായിട്ടുള്ള ആ ശ്രീമദ് ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. അതുകൊണ്ട് അതിനെയും സപ്തശതീ എന്ന് വിളിക്കാം. പക്ഷേ സപ്തശതീ എന്ന് പോപ്പുലറായിരിക്കുന്നത് 700 മന്ത്രങ്ങളടങ്ങിയിരിക്കുന്ന ദുർഗാ സപ്തശതിയാണ്.
ദേവീ മാഹാത്മ്യവും ദുർഗാ സപ്തശതിയും രണ്ടല്ല, 2 പേരുകൾ മാത്രം. വടക്കേ ഇന്ത്യയിലും ബംഗാളിലുമൊക്കെ ദുർഗാ സപ്തശതി എന്നും ചണ്ഡീ സപ്തശതി എന്നും വെറും സപ്തശതി എന്നും പറയപ്പെടുന്നത് ഈ ദേവീ മാഹാത്മ്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലാണ് ഈ ദുർഗാ സപ്തശതിക്ക് ദേവീ മാഹാത്മ്യം എന്ന് പേര് പ്രശസ്തമായിരിക്കുന്നത്. കർണാടകക്കാർക്ക് അത്യാവശ്യം പറഞ്ഞാൽ അറിയുമായിരിക്കും ചിലപ്പോൾ ദേവീ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ. തമിഴ്നാട്ടിലും ചിലർക്ക് ദേവീ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അറിയും. മിക്കവാറും എല്ലാവരും അതിനെ ദുർഗാ സപ്തശതി എന്ന പേരിലാണ് വ്യവഹരിക്കാറ്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യും. അവിടെയും ഇവിടെയൊക്കെയുള്ള ആൾക്കാർ കേട്ടിട്ട് വന്ന് നമ്മളോട് ചോദിക്കും, ദുർഗാ സപ്തശതിയാണോ പാരായണം ചെയ്യുന്നതെന്ന് അവരുടെ ഭാഷയിൽ ഹിന്ദിയിൽ വന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ദേവീ മാഹാത്മ്യമാണ് പാരായണം ചെയ്യണത് എന്ന് പറയാതിരിക്കുക. എന്ത് പറയുക? അതേ എന്ന് പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവർ ചോദിക്കുന്നത് ദുർഗാ സപ്തശതിയാണോ പാരായണം ചെയ്യുന്നതെന്നായിരിക്കും. നമ്മൾ പറയേണ്ടത് അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ദുർഗാ സപ്തശതിയുടെ അവതരണം അതെങ്ങനെയാണ്? അത് മാർക്കണ്ഡേയ ഋഷി കഥ പറയുന്ന രീതിയിലാണ്. മാർക്കണ്ഡേയ പുരാണ അന്തർഗതമാണല്ലോ, അല്ലേ? അപ്പോൾ മാർക്കണ്ഡേയ പുരാണത്തിൽ മാർക്കണ്ഡേയ മഹർഷിയാണ് മുഖ്യ കഥാപാത്രം, കഥാനായകൻ. അദ്ദേഹം ജൈമിനി എന്ന മഹർഷിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം. അപ്പോൾ ആരംഭം, ദേവീ മാഹാത്മ്യം ആരംഭിക്കുന്നത് മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് മറുപടിയായിട്ട് ഈ മാർക്കണ്ഡേയനോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആര്? ജൈമിനി. പക്ഷെ ആ ചോദ്യം ഇവിടെ വരുന്നില്ല. ജൈമിനി ഇവിടെ മിണ്ടുന്നില്ല. ജൈമിനിയെ മിണ്ടാനുള്ള അവസരം മാർക്കണ്ഡേയ ഋഷി ഈ ദേവീ മാഹാത്മ്യത്തിൽ കൊടുക്കുന്നില്ല. മാർക്കണ്ഡേയ പുരാണത്തിലെ മറ്റു പല അധ്യായങ്ങളിലും അത് കാണാം. അപ്പോൾ ഇവിടെ മാർക്കണ്ഡേയ ഉവാച എന്ന് ആരംഭിച്ച് മാർക്കണ്ഡേയൻ തന്നെ തുടരുകയാണ്. ആ മാർക്കണ്ഡേയൻ പറയുന്ന കഥയിൽ മറ്റു പലരുടെയും ഉവാച 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 എന്ന് കേൾക്കാം. അത് ഈ കഥയുടെ ഉള്ളിൽ വരുന്ന ആളുകൾ തമ്മിലുള്ളതായിട്ടുള്ള സംവാദമാണ്. അപ്പോൾ അതിൽ രാജോവാച, വൈശ്യ ഉവാച, ഋഷിരുവാച എന്നൊക്കെ കാണും. ഈ പ്രഥമ അധ്യായത്തിൽ തന്നെ കാണാം രാജോവാച, വൈശ്യ ഉവാച, ഋഷിരുവാച. അപ്പോൾ ആരാണ് ഈ രാജാവ്, ആരാണ് ഈ വൈശ്യൻ, ആരാണ് ഈ ഋഷി, അത് പരിചയപ്പെടണം നമ്മൾ. അപ്പോൾ അതിലെ രാജാവ് എന്ന് പറയുന്നത് സുരതൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്. വൈശ്യൻ എന്ന് പറയുന്നത് സമാധി എന്ന പേരുള്ള ഒരു വൈശ്യനാണ്. ഋഷി എന്ന് പറയുന്നത് സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിയാണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ളതായിട്ടുള്ള ഒരു സംവാദ രൂപത്തിലാണ് ദേവീ മാഹാത്മ്യത്തെ മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിക്ക് ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താ പറയുക, സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം. മാർക്കണ്ഡേയ ജൈമിനി സംവാദത്തിൻ്റെ ഉള്ളിൽ സുമേധസ് എന്ന ഋഷി സുരതൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനുമായിട്ട് ഉപദേശിക്കുന്നതാണ് ദേവീ മാഹാത്മ്യം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷി ഈ പ്രഥമചരിതം അവതരിപ്പിക്കുന്നത്. ഇനി 13-ാം അധ്യായത്തിലും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ കാണും. ബാക്കി ഇടയ്ക്കൊന്നും ഇവരുടെ ശബ്ദം കേൾക്കില്ല. ദേവീ മാഹാത്മ്യത്തിലേക്ക് അങ്ങോട്ട്, കഥയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സുമേധസ് ഋഷിയും രാജാവും തമ്മിലുള്ള ആ സംവാദം, ആ രാജോവാച എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം കേൾക്കാം. പക്ഷേ സുമേധസ് ഋഷിയാണ് പിന്നെ അവിടെ ഋഷിരുവാച ഋഷിരുവാച എന്ന് പറഞ്ഞ് ഓരോ അധ്യായത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അങ്ങോട്ട് തുടങ്ങി. ഇപ്പോൾ ധൃതരാഷ്ട്ര ഉവാച എന്നും സഞ്ജയ ഉവാച എന്നും മറ്റ് ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കില്ല. കേൾക്കുമോ? അവിടെ അർജുന ഉവാച ഭഗവാൻ ഉവാച, അർജുന ഉവാച ഭഗവാൻ ഉവാച എന്ന് കാണും. ധൃതരാഷ്ട്ര ഉവാച ഒറ്റ ശ്ലോകത്തിൽ കഴിഞ്ഞു. സഞ്ജയ ഉവാച എന്ന് ആദ്യത്തെ അധ്യായത്തിൽ കാണും, പിന്നെ അവസാനത്തെ അധ്യായത്തിലും കാണും, ഇടയ്ക്ക് 11-ാം അധ്യായത്തിലും കാണും. ഭഗവാന്റെ വിശ്വരൂപം വർണ്ണിക്കുമ്പോൾ അത് സഞ്ജയനാണ് വർണ്ണിക്കുന്നത്. അർജുനൻ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന രംഗം
സഞ്ജയൻ നോക്കിക്കണ്ടുകൊണ്ട് അത്ഭുതമായിട്ട് ധൃതരാഷ്ട്രക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന രംഗം അവിടെ 11-ാം അധ്യായത്തിൽ സഞ്ജയ് ഉവാച എന്ന് കാണാം. അപ്പോൾ 1-ാം അധ്യായം വിട്ടാൽ പിന്നെ സഞ്ജയൻ്റെ ശബ്ദം കേൾക്കുന്നത് 11-ലാണ്, പിന്നെ 18-ലെ അവസാന ഭാഗത്താണ്, കൺക്ലൂഡ് ചെയ്യുന്നിടത്താണ്. അപ്പോൾ അതുപോലെ ഇവിടെ മാർക്കണ്ഡേയ മഹർഷിയുടെയും ശബ്ദം ആദ്യത്തെ അധ്യായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ അധ്യായത്തിലേ ഉള്ളൂ. ഇടയിലൊക്കെ ഋഷിരുവാച എന്ന് പറയുന്നത് ഈ സുമേധസ് എന്ന ഋഷിയുടെ ശബ്ദമാണ്. അപ്പോൾ 3 ചരിതങ്ങൾ ആയിട്ടാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് ഈ പ്രഥമ ചരിതം ആദ്യം ഞാനൊന്ന് വായിക്കാം. ഇത്തിരി വലിയ അധ്യായമാണ്, എങ്കിലും ആ ഒരു അധ്യായം വായിച്ചുകൊണ്ട് അതിൻ്റെ കഥയും പറയാം. അപ്പോൾ ഇന്ന് 1-ാം അധ്യായത്തിൻ്റെ കഥ പറയാം, തീർച്ചയായിട്ടും പറയാം. അതിനു മുമ്പ് ഒന്ന് കേട്ടോളൂ, ഒന്ന് ചൊല്ലി കേട്ടോളൂ. പ്രഥമ ചരിതം വായിക്കുന്നതൊന്ന് കേട്ടോളൂ. അതിനെ ശ്ലോകരീത്യ നോക്കുമ്പോൾ 78 ശ്ലോകങ്ങളാണുള്ളത്. ആ 78 ശ്ലോകങ്ങൾ പ്രഥമചരിതം വായിക്കാം. മറ്റ് പുസ്തകങ്ങളിൽ ശ്ലോകസംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. കാരണം അതിൽ ശ്ലോകസംഖ്യയല്ല എഴുതുക, അതിൽ മന്ത്രസംഖ്യയാണ് എഴുതുക. മന്ത്രസംഖ്യയായിട്ട് എഴുതുമ്പോൾ 104 മന്ത്രങ്ങളാണ് അതിൽ വരുന്നത്. ഈ 78 ശ്ലോകങ്ങളിലൂടെ 104 മന്ത്രങ്ങൾ വരുന്നത് കൊണ്ട് സപ്തശതിയിലെ 700 മന്ത്രങ്ങളിലെ 1-ാമത്തെ ചരിതത്തിൽ 104 മന്ത്രങ്ങൾ വരും. ശ്ലോകരൂപത്തിലാവുമ്പോൾ 78. ഈ ഹോമത്തിനായിക്കൊണ്ട് മന്ത്രരൂപത്തിലുള്ള സംഖ്യകൾ എണ്ണണം. അപ്പോഴാണ് ഓരോ വരികളും കഴിയുമ്പോൾ ഹോമിക്കുക, ഓരോ മന്ത്രം കഴിയുമ്പോൾ ഓരോ ഹോമം. അപ്പം 104 പ്രാവശ്യം ഹോമിക്കണം പ്രഥമ ചരിതത്തിന്. അപ്പോഴേ സപ്തശതി 700 ഹോമം ആവുള്ളൂ. 700 പ്രാവശ്യം ഹോമിക്കണമെങ്കിൽ 700 മന്ത്രങ്ങൾ ചൊല്ലി ഹോമിക്കണം. അപ്പം അതിന് 1-ാമത്തെ ചരിതത്തിൽ 104 സ്വാഹ, 104 പ്രാവശ്യം ഈ 104 മന്ത്രങ്ങൾ പറഞ്ഞ് ഹോമിക്കണം. നമ്മളിപ്പോൾ പാരായണം മാത്രം ചെയ്യുമ്പോൾ അതിൽ 78 ശ്ലോകങ്ങളെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രഥമ ചരിതം ഒന്ന് പാരായണം ചെയ്യാം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പാരായണ പരിചയവുമായി ആ കഥയെ സംസ്കൃതത്തിലൊന്ന് ആദ്യം കേൾക്കാം, എന്നിട്ട് പിന്നെ മലയാളത്തിൽ കേൾക്കാം. അപ്പോൾ വേഗം വായിച്ച് അതിൻ്റെ കഥ ഇന്ന് പറയാം. പ്രഥമ ചരിതത്തിൻ്റെ കഥ ഇന്ന് പറഞ്ഞു തീർക്കാം. ഓം നമശ്ചണ്ഡികായൈ. അധ പ്രഥമചരിതം. പ്രഥമോऽധ്യായഃ. മധുകൈടഭവധവർണ്ണനം. ഇപ്പം ഞാൻ ഇന്ന് പ്രഥമചരിതം മാത്രം വായിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സങ്കല്പ മന്ത്രമുണ്ട്, വിനിയോഗ മന്ത്രമുണ്ട്, അത് ചൊല്ലാം. ഓം അസ്യ ശ്രീ പ്രഥമചരിതസ്യ ബ്രഹ്മാ ഋഷിഃ മഹാകാളീ ദേവത ഗായത്രീ ഛന്ദഃ നന്ദാ ശക്തിഃ രക്തദന്തികാ ബീജം അഗ്നിസ്തത്വം ഋഗ്വേദസ്വരൂപം ശ്രീമഹാകാളീ പ്രീത്യർത്ഥേ പ്രഥമചരിത ജപേ വിനിയോഗഃ. 3 ചരിതങ്ങളും കൂടി ഒന്നിച്ച് വായിക്കുമ്പോൾ ഈ ഭാഗം ചൊല്ലേണ്ടതില്ല. അതിന് മുമ്പിൽ ഒരു പേജിൽ നമ്മൾ 3 ചരിതത്തിനും കൂടിയുള്ള ദേവീ മാഹാത്മ്യത്തിന് മൊത്തത്തിനുള്ളതായിട്ടുള്ള വിനിയോഗ സങ്കല്പമുണ്ട്, അത് ചൊല്ലിയാൽ മതി. ഇത് 3 ദിവസമായിട്ട് പിരിച്ച് ചൊല്ലുമ്പോഴാണ് ഈ സങ്കല്പം പറഞ്ഞുകൊണ്ട് ഈ ഋഷിയെയും ദേവതയെയും ഛന്ദസ്സും പറഞ്ഞുകൊണ്ട് ആ വിനിയോഗ ക്രമത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് ധ്യാനം ചൊല്ലി ആ അധ്യായം പാരായണം ചെയ്യുന്നത്. ധ്യാനം. ഓം ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലംബുശുണ്ഡീം ശിരഃ ശംഖം സന്ദദധീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാസ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗൽ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ഓം ഐം മാർക്കണ്ഡേയ ഉവാച. സാവർണിഃ സൂര്യതനയോ യോ മനുഃ കത്യദേഷ്ടമഃ
നിശാമയതദുൽപത്തിം വിസ്തരാദ്ഗതദോ മമ മഹാമായാനുഭാവേന യഥാ മന്വന്തരാദിഭഃ സ ബഭൂവ മഹാഭാഗഃ സാവർണിസ്തനയോരവേഃ സ്വാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവഃ സുരഥോ നാമ രാജാഭൂത സമസ്തേ ക്ഷിതിമണ്ഡലേ തസ്യ പാലയദഃ സമ്യക് പ്രജാപുത്രാണി വൗരസാൻ ബഭൂവുഃ ശത്രവോ ഭൂപാഃ കോലാവിധ്വംസിനസ്തദാ തസ്യ തൈരഭവദ്യുദ്ധം അതിപ്രബലദണ്ഡിനഃ ന്യൂനൈരഭിസതൈർയുദ്ധേ കോലാവിധ്വംസിഭിർജിതഃ തദസ്വപുരമായാതോ നിജദേശാധിപോऽഭവത് ആക്രാന്തഃ സ മഹാഭാഗഃ തൈസ്തദാ പ്രബലാരിഭിഃ അമാത്യൈർബലിഭിർദുഷ്ടൈഃ ദുർബലസ്യ ദുരാത്മഭിഃ കോശോ ബലം ചാപഹൃതം തത്രാഭിസ്വപുരേ സതഃ തതോ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യഃ स ഭൂപതിഃ ഏകാകീ ഹയമാരുഹ്യ ജഗാമഗഹനം വനം സ തത്രാശ്രമമദ്രാക്ഷീത ദ്വിജവര്യസ്യ മേധസഃ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം തസ്ഥൗ കഞ്ചിത് സകാലം ച മുനിനാ തേന സത്കൃതഃ ഇതശ്ചേദശ്ച വിചരൻ തസ്മിൻ മുനിവരാശ്രമേ സോചിന്തയത്തദാ തത്ര മമ ത്വാകൃഷ്ടചേതനഃ മത്പൂർവൈഃ പാലിതഃ പൂർവം മയാ ഹീനം പുരം ഹി തത് മദ്ഭൃത്യൈസ്തൈരസദ്വൃത്തൈഃ ധർമ്മദഃ പാല്യത്തെ ന വാ ന ജാനേ സ പ്രധാനോ മേ ശൂരഹസ്തി സദാ മദഃ മമ വൈരിവശം ജ്ഞാതഃ കാൻ ഭോഗാനുപലപ്സ്യതേ യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യമഹീഭൃതാം അസമ്യക് വ്യയശീലൈസ്തൈഃ കുർവദ്ഭിഃ സതതം വ്യയം സഞ്ചിതസ്സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാന്യച്ഛ സതതം ചിന്തയാമാസ പാർത്ഥിവഃ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശ സഃ സപൃഷ്ടസ്തേന കസ്ത്വം ഭോഃ ഹേതുശ്ചാഗമനേത്രകഃ സശോക ഇവ കസ്മാത് ത്വം ദുർമനാ ഇവ ലക്ഷ്യസേ ഇത്യാകർണ്യവചസ്തസ്യ ഭൂപതേ പ്രണയോദിതം പ്രത്യുവാച സതം വൈശ്യഃ പ്രശ്രയാവനതോ നൃപം വൈശ്യ ഉവാച സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോപാദസാധുഭിഃ വിഹീനഃ സ്വജനൈർദാരൈഃ പുത്രൈരാദായ മേ ധനം വനമഭ്യാഗതോ ദുഃഖി നിരസ്തശ്ചാപ്തബന്ധുഭിഃ സോഹം ന വേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം സ്വജനാനാം ച ദാരാണാം ഛാത്ര സംസ്ഥിതഃ കിം नु തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം नु സാമ്പ്രദം കഥം തേ കിം नु സദ്വൃത്താഃ ദുർവൃത്താഃ കിം नु മേ സുതാഃ രാജോവാച യൈർനിരസ്തോ ഭവാൻ ലുബ്ധൈഃ പുത്രധാരാദിഭിർധനൈഃ തേഷു കിം ഭവത സ്നേഹം അനുബധ്നാതി മാനസം വൈശ്യ ഉവാച ഏവമേതത് യഥാ പ്രാഹ ഭവാൻ അസ്മദ്ഗതം വചഃ കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ യൈ സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃതഃ പതിസ്വജനഹാർദം ച ഹാർദിതേഷ്വേവ മേ മനഃ കിമേതന്നാഭിജാനാമി ജാനന്നഭി മഹാമതേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായത്തെ കരോമി കിം യന്ന മനഃ തേഷു അപ്രീതിഷു നിഷ്ഠുരം മാർക്കണ്ഡേയ ഉവാച
तदस्तौ सहितौ विप्र तं मुनिं समुपस्थितौ समाधिर्नाम वैश्योऽसौ स च पार्थिवसत्तमः कृत्वा तु तौ यथा न्यायं यदार्हं तेन संविदम् उपविष्टौ कदा काश्चित् चक्रतुर्वैश्यपार्थिवौ राजोवाच भगवन्स्त्वामहं प्रष्टुम् इच्छाम्येकं वदस्व तद् दुःखाय यन्मे मनसः स्वचित्ताय तदां विना मम त्वं गदराज्यस्य राज्याङ्गेष्वखिलेष्वपि जानतोऽपि यदाज्ञस्य किमेतन्मुनिसत्तमा अयं च निकृतः पुत्रैः दारैर्भृत्यैस्ततोज्झितः स्वजनेन च सन्त्यक्तः तेषु हार्दी तदाप्य एवमेष तदाहं च द्वावप्यत्यन्तदुःखितौ दृष्टदोषेऽभिविषये मम त्वादृष्टमानसौ तत्किमेतन्महाभाग यन्मोहो ज्ञानिनोरपि ममास्य च भवत्येषा विवेकान्धस्य मूढता ऋषिरुवाच ज्ञानमस्ति समस्तस्य जन्तोर्विषयगोचरे विषयाश्च महाभाग यान्ति चैवं पृथक् पृथक् दिवान्दाः प्राणिनः केचित् रात्रावन्दास्तदा परे केचिद्दिवा तदा रात्रौ प्राणिनस्तुल्यदृष्टयः ज्ञानिनो मनुजा सत्यं किं नु तेन हि केवलं यतो हि ज्ञानिनः सर्वे पशुपक्षिमृगादयः ज्ञानं च तन्मनुष्याणां यत्तेषां मृगपक्षिणां मनुष्याणां च यत्तेषां तुल्यमन्यत्तदोभयोः ज्ञानेऽपि सदि पश्यैदान् पतङ्गान् जावचञ्जुषु कणमोक्षादृतान् मोहाद् पीड्यमानानपि क्षुधा मानुषा मनुजव्याग्र साभिलाषा सुतान् प्रति लोभात् प्रत्युपकाराय नन्वेदान् किं न पश्यसि तदाभिममदावर्ते मोहगर्ते निपातिताः महामाया प्रभावेण संसारस्थितिकारिणा तन्नात्र विस्मयकार्यो योगनिद्रा जगल्पदेः महामाया हरेश्चैषा तया सम्मोह्यते जगद ज्ञानिनामपि चेदांसि देवी भगवती हि सा बलादाकृष्य मोहाय महामाया प्रयच्छति तया विसृज्यते विश्वं त्रैलोक्यं सचराचरं सैषा प्रसन्ना वरदा नृणां भवति मुक्तये सा विद्या परमा मुक्तेः हेतुभूता सनातनी संसारबन्धहेतुश्च सैव सर्वेश्वरेश्वरी राजोवाच भगवन् काहि सा देवी महामायेति यां भवान् ब्रवीति कथमुत्पन्ना सा कर्मास्याश्च किं द्विज यत्प्रभावा च सा देवी यत्स्वरूपा यदुद्भवा तत्सर्वं श्रोतुमिच्छामि त्वत्तो ब्रह्मविदाम्बर ऋषिरुवाच नित्यैव सा जगन्मूर्तिः तया सर्वमिदं ततं तदापि तत्समुत्पत्तिः बहुधा श्रूयतां मम देवानां कार्यसिद्ध्यर्थम् आविर्भवति सा यदा उत्पन्नेति तदा लोके सा नित्याप्यभिधीयते योगनिद्रां यदा विष्णुः जगत्येकार्णवीकृते आस्तीर्यशेषमभजत कल्पान्ते भगवान् प्रभुः तदा द्वावसुरौ गौरौ विख्यातौ मधुकैडभौ विष्णुकर्णमलोद्भूतौ हन्तुं ब्रह्माणमुद्यतौ सनाभिकमले विष्णोः स्थितो ब्रह्मा प्रजापतिः दृष्ट्वा तावसुरौ चोग्रौ प्रसुप्तं च जनार्दनम् तुष्टावयोगनिद्रां ताम् एकाग्रहृदयस्थितः विबोधनार्ताय हरेः हरिनेत्रकृतालयां विश्वेश्वरीं जगद्धात्रीं स्थितिसंहारकारिणीं निद्रां भगवतीं विष्णोः अतुलां तेजसः प्रभुः ब्रह्मोवाच
ത്വം സ്വാഹാ ത്വം സദാ ത്വം ഹി വഷട്കാരസ്വരാത്മികാ സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ അർദ്ധമാത്രാ സ്ഥിതാ നിത്യാ യാനുച്ചാര്യ വിശേഷതഃ ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പരാ ത്വയൈതദ്ധാര്യത്തെ വിശ്വം ത്വയൈതത്സൃജ്യത്തെ ജഗത് ത്വയൈതത്പാല്യത്തെ ദേവി ത്വമൽസ്യന്തേ ച സർവദാ വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തദാ സംഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ മഹാവിദ്യാ മഹാമായ മഹാമേധാ മഹാസ്മൃതിഃ മഹാമോഹാ ച ഭവതി മഹാദേവി മഹാസുരീ പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രിഃ മോഹരാത്രിശ്ച ദാരുണാ ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ഹ്രീഃ ത്വം ബുദ്ധിർബോധലക്ഷണാ ലജ്ജാ പുഷ്ടിസ്തദാ തുഷ്ടിഃ ത്വം ശാന്തിക്ഷാന്തിരേവ ച ഗഡ്ഗിനി ശൂലിനി ഘോരാ ഗതിനി ചക്രിണി തദാ ശംഖിനി ചാപിനി ബാണഭുഷുണ്ഡി പരിഗായുധാ സൗമ്യാ സൗമ്യധരാ ശേഷ സൗമ്യേഭ്യസ്ത്വതി സുന്ദരീ പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരീ യച്ഛ കിഞ്ചിത് ക്വചിത് വസ്തു സദസദ്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തിഃ സാ ത്വം കിം സ്തൂയസേ തദാ യയാ ത്വയാ ജഗൽ സ്രഷ്ടാ ജഗൽപാദാത്തിയോ ജഗത് സോപി നിദ്രാവശം നീതഃ കസ്ത്വാം സ്തോതുമിഹേശ്വരഃ വിഷ്ണുഃ ശരീരഗ്രഹണം അഹമീശാനയേവ ച കാരിദാസ്തേ യദോദസ്ത്വാം കസ്തോതും ശക്തിമാൻ ഭവേത് സാ ത്വമിത്തം പ്രഭാവൈ സ്വൈഃ ഉദാരൈർദേവി സംസ്തുതാ മോഹയൈതൗ ദുരാധർഷൗ അസുരൗ മധുകൈഡഭൗ പ്രബോധം ച ജഗൽ സ്വാമി നീയതാമച്യുതോ ലഘു ബോധശ്ച ക്രിയതാമസ്യ ഹന്തുമേദൗ മഹാസുരൗ ഋഷിരുവാച ഏവം സ്തുതാ തദാ ദേവി താമസീ തത്ര വേദസാ വിഷ്ണോഃ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈഡഭൗ നേത്രാസ്യ നാസികാ ബാഹുഹൃദയേഭ്യസ്തതോ രസഃ നിർഗമ്യ ദർശനേ തസ്ഥൗ ബ്രഹ്മണോ വ്യക്തജന്മനഃ ഉത്തസ്ഥൗ ച ജഗന്നാഥഃ തയാ മുക്തോ ജനാർദ്ദനഃ ഏകാർണവേ ഹി ശയനാത് തതഃ സദൃശേ ച തൗ മധുകൈഡഭൗ ദുരാത്മാനൗ അതിവീര്യപരാക്രമൗ ക്രോധരക്തേക്ഷണൗ ഹന്തും ബ്രഹ്മാണം ജനിതോദ്യമൗ സമുത്ഥായ തദസ്താഭ്യാം യുജുധേ ഭഗവാൻ ഹരിഃ പഞ്ചവർഷസഹസ്രാണി ബാഹുപ്രഹരണോ വിഭുഃ താവപ്യതിബലോന്മത്തൗ മഹാമായാ വിമോഹിതൗ ഉക്തവന്തൗ വരോസ്മത്തോ വ്രിയതാമിതി കേശവം ശ്രീഭഗവാനുവാച ഭവേതാമദ്യ മേ തുഷ്ടൗ മമ വദ്യാവുഭാവപി കിമന്യേന വരേണാത്ര ഏതാവദ്ധിവൃതം മയാ ഋഷിരുവാച വഞ്ചിതാഭ്യാമിതി തദാ സർവമാപോമയം ജഗത് വിലോക്യതാഭ്യാം ഗതിതോ ഭഗവാൻ കമലേക്ഷണഃ ആവാം ജഹിന യത്രോർവി സലിലേന പരിപ്ലുതാ ഋഷിരുവാച തദേത്യുക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃതാ കൃത്വാ ചക്രേണ വൈച്ഛിന്യേ ജഗനേ ശിരസി തയോഃ ഏവമേഷാ സമുത്പന്നാ ബ്രഹ്മണാ സംസ്തുതാ സ്വയം പ്രഭാവമസ്യാ ദിവ്യാസ്തു ഭൂയ ശൃണു വദാമി തേ ഐം ഓം ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മധുകൈഡഭവധവർണ്ണനം നാമ പ്രഥമോऽധ്യായഃ ഇതി പ്രഥമചരിതം സമാപ്തം. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരി ഓം. ഇതാണ് പ്രഥമചരിതം. പാരായണം ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഇതുപോലെ നിർത്തി നിർത്തി പതുക്കെ പാരായണം ചെയ്താൽ ഉത്തമം. ഇനി ചണ്ഡികാ യാഗത്തിനൊക്കെ വളരെ വേഗത്തിൽ അവർ പാരായണം ചെയ്യും.
അപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിയിൽ പാരായണം ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് ഈ പ്രഥമ ചരിതം എന്ന 1-ാം അധ്യായത്തിൻ്റെ ഒരു സംഗ്രഹം കാണാം. ആദ്യം എന്താണ് ഇപ്പോൾ വായിച്ചത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇവിടെ പ്രഥമചരിതം മധുകൈടവ വർദ്ധനം ആരംഭിക്കുന്നത് ധ്യാന ശ്ലോകമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ധ്യാന ശ്ലോകം കൂടി ചൊല്ലിയിട്ടാണ് നമ്മൾ അധ്യായം ചൊല്ലുക. അപ്പോൾ അത് പിന്നീട് ഋഷീശ്വരന്മാർ ചേർത്തിട്ടുള്ളതാണ് ദേവിയുടെ ധ്യാനം. അതിനെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് അർത്ഥം കാണാം. ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. മാർക്കണ്ഡേയ ഉവാച എന്നാണ് പുരാണത്തിൽ ഈ 78-ാം അധ്യായം ആരംഭിക്കുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിലെ 78-ാം അധ്യായമാണ് ഇവിടെ നമുക്ക് 1-ാം അധ്യായം, പ്രഥമോധ്യായം ദേവി മാഹാത്മ്യത്തിൽ. അപ്പോൾ ആരംഭം മാർക്കണ്ഡേയ ഉവാച എന്ന്, മാർക്കണ്ഡേയൻ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ മഹർഷി ഈ തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യനായിട്ടുള്ള ജൈമിനി മഹർഷിക്ക് മാർക്കണ്ഡേയ പുരാണത്തിൽ മന്വന്തര കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മൾ വാമനാവതാരം പറഞ്ഞപ്പോൾ നാരായണീയത്തിൽ ഞാൻ മന്വന്തരങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു അല്ലേ. എന്താണ് മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവിൻ്റെ ഒരു പകലിൽ 14 മന്വന്തരങ്ങളുണ്ട് എന്നും അതിലിപ്പോൾ ഉള്ളത് വൈവസ്വത മന്വന്തരമാണെന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഈ പകല്, ബ്രഹ്മാവിൻ്റെ ഈ പകല് ശ്വേതവരാഹ കൽപ്പം എന്ന പേര്, അതിൽ 7-ാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇവിടെ മാർക്കണ്ഡേയ മഹർഷിയും ഈ തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന് മന്വന്തര കഥകളെ പറഞ്ഞുകൊടുത്ത് ഓരോ മന്വന്തരങ്ങളിലും ഇന്ന കഥകൾ സംഭവിച്ചു എന്ന് ചിരഞ്ജീവിയായ മാർക്കണ്ഡേയൻ എല്ലാം അറിയുന്ന ആളാണ്. മാർക്കണ്ഡേയനെ പുരാണങ്ങളുടെ മുഴുവൻ ആചാര്യനായിട്ട് ഈശ്വരന്മാരും ദേവന്മാരും ഋഷിമാരും ഒക്കെ കൂടി സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുരാണങ്ങളുടെ ആചാര്യനാക്കിയത് എന്ന് വെച്ചാൽ, അദ്ദേഹം ചിരഞ്ജീവി ആയതുകൊണ്ട്. അദ്ദേഹത്തിന് കാലാകാലങ്ങളും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് നടന്നത് പലതും അദ്ദേഹം നേരിൽ കണ്ട ആളാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഭാവിയിലും കാണാനിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രാമാണ്യത കൂടും. എന്താണ്? ദൃക്സാക്ഷിയാണ്. ബാക്കിയുള്ളവരൊക്കെ കേട്ട് പറയുമ്പോൾ ഇദ്ദേഹം പലതും കണ്ടു പറയുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രാമാണ്യത കൂടും. ദൃക്സാക്ഷി എന്നുള്ള ഒരു പരിഗണന അദ്ദേഹം, ദൃക്സാക്ഷി അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്. ഇപ്പം നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ. നമ്മളതിന് സാക്ഷികളാണ്. നമ്മൾ പേപ്പറിലൂടെയോ ടി വിയിലൂടെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ആരാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ആർക്കാ അറിയാത്തത്? ഇത് കൊച്ചു കുട്ടിക്കും അറിയാം നരേന്ദ്രമോദിയാണ് എന്നുള്ളത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സമകാലീനരാണ് നമ്മൾ. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസോടെ മറ്റുള്ളവരോട് പറയാൻ പറ്റും. അതുപോലെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പല കാര്യത്തിലും മാർക്കണ്ഡേയ മഹർഷി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പുരാണങ്ങളുടെ ആചാര്യൻ എന്നുള്ള സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു പ്രാമാണ്യത അഥവാ ഒരു അതോറിറ്റി, ഒരു വെയിറ്റേജ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആ ഋഷിയാണ് മന്വന്തര കഥകളെക്കുറിച്ച് ഇവിടെ ജൈമിനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് വൈവസ്വത മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സാവർണി എന്ന് പറയുന്ന അടുത്ത മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സാവർണി മന്വന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ജൈമിനി മഹർഷിക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാവും, ആരാണ് ഈ സാവർണി മനുവായിട്ട് ഭവിച്ചത്? കാരണം ആരും യാദൃച്ഛികമായി ഉണ്ടാവുന്നവരല്ല ഇവിടെ. നമ്മുടെ സനാതന ധർമ്മപ്രകാരം ഓരോ പ്രമുഖ സ്ഥാനത്ത് വരുന്നവരൊക്കെ പൂർവ്വ പുണ്യം കൊണ്ടാണ് ആ സ്ഥാനത്ത് വരുന്നത്. അവരുടെ മുൻ ജന്മ സുഹൃതങ്ങൾ കൊണ്ടാണ് അവർ ഓരോരോ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നത്. ഈ ജന്മത്തിൽ അവർ കേമന്മാരായി വന്നിരിക്കുന്നത് അവർ മുൻപ് ചെയ്തതായിട്ടുള്ള സുഹൃതത്തിൻ്റെ ബലമായിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ഈ സാവർണി മന്വന്തരത്തിലെ ഈ സാവർണി എന്ന മനുവായിട്ട് വരാനിരിക്കുന്ന ആള്
ആരായിരുന്നു അദ്ദേഹം പൂർവ്വജന്മത്തിൽ, അദ്ദേഹം എന്ത് സുഹൃതമാണ് ഈ മന്വന്തര അധിപതിയായ സാവർണിയായി തീരാൻ എന്നുള്ളതായിട്ടുള്ള ശങ്ക അവതരിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഈ വൈവസ്വത മന്വന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വൈവസ്വത മനു ആരാണ്? ഈ വൈവസ്വത മനു മുമ്പ് സത്യവ്രതൻ എന്നൊരു രാജാവായിരുന്നു. പൂർവ്വജന്മത്തിൽ അദ്ദേഹം സത്യവ്രതൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് മത്സ്യാവതാരമൂർത്തിയുടെ അനുഗ്രഹമുണ്ടായി. അത്രയ്ക്ക് മഹാനായിരുന്നു അദ്ദേഹം. ആ മത്സ്യാവതാരമൂർത്തി അദ്ദേഹത്തിന് പ്രത്യക്ഷമായി അദ്ദേഹത്തിന് മത്സ്യപുരാണം മുഴുവൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സത്യവ്രത രാജാവാണ് പിന്നീട് ഈ വൈവസ്വത മന്വന്തരത്തിലെ വൈവസ്വത മനുവായിട്ട് വരുന്നത് എന്ന് ഈ ചരിത്രങ്ങൾ, പുരാണങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ വൈവസ്വത മനുവായി തീർന്നത് പൂർവ്വജന്മത്തിൽ സത്യവ്രതനാണ്. ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് അയാൾ ഈ സത്യവ്രത രാജാവ് വൈവസ്വത മനുവായി തീർന്നത് എന്ന് പറയും പോലെ അടുത്ത മന്വന്തരമായ സാവർണി മന്വന്തരത്തിലെ സാവർണി മനുവാകാനിരിക്കുന്ന ആള് എന്ത് സുഹൃതമാണ് അയാൾ ചെയ്തത്, അയാളുടെ പൂർവ്വചരിത്രം ഒന്ന് പറയുമോ എന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാവിൻ്റെ ആകാംക്ഷയെ പരിഗണിച്ചുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി സ്വമേധയാ പറയാൻ ആരംഭിക്കുകയാണ്. ചോദ്യമൊന്നുമില്ലാതെ തന്നെ ശിഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് ആകാംക്ഷകൾ എടുക്കാൻ കഴിയും. ആർക്ക്? ഗുരുക്കന്മാർക്ക്. മുമ്പിലിരിക്കുന്ന ആളുകൾ ജിജ്ഞാസുക്കളാണ്, ശ്രദ്ധാലുക്കളാണ്. അവരുടെ ഉള്ളിൽ ഏതൊക്കെ സംശയങ്ങളുണ്ടാവാം എന്ന് ഭാവന ചെയ്യാൻ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക്, ആചാര്യന്മാരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. അങ്ങനെ ആ ശിഷ്യ ഭാഗത്തിരുന്നു കൊണ്ട് കേൾക്കണം. ആര്? ഗുരു. അവനാണ് നല്ല ടീച്ചർ. അകക്കണ്ണ് തുറന്നിടാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറയുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആശാൻ വരണം എന്നാണ് പലരും ധരിക്കുക. വാസ്തവത്തിൽ അതല്ല അതിൻ്റെ അർത്ഥം. ഈ ആശാൻ ബാല്യത്തിലേക്ക് തിരിച്ചു പോകണം. പഠിപ്പിക്കുന്ന ആശാന്മാര് തൻ്റെ ബാല്യത്തിലേക്ക് തിരിച്ചു പോകണം. അതാണ് ആശാൻ ബാല്യത്തിലെത്തണം. അല്ലാതെ കുട്ടിയുടെ മുമ്പിൽ ആശാൻ എത്തണം എന്നല്ല പറഞ്ഞത്. ആശാൻ ബാലനായി തീരണം, ബാലന്മാരുടെ ഭാവത്തിലേക്ക് പോകണം. അങ്ങനെ ബാലന്മാരുടെ മനസ്സിലാക്കി. അപ്പം അതുപോലെ ഇവിടെ മാർക്കണ്ഡേയ മഹർഷി തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യൻ്റെ മനസ്സ് വായിച്ച് അദ്ദേഹം ചോദിക്കാതെ തന്നെ ഉത്തരം പറയുകയാണ്. അതാണ് ആരംഭം ഇവിടെ. മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞ് സാവർണി സൂര്യതനയോ യോ മനുക്കത്യദേഷ്ടമഃ നിശാമയ തദുൽപത്തിം വിസ്തരാദ്ഗതോ മമ എന്ന് പറഞ്ഞാണ് ആരംഭം. സൂര്യപുത്രനായ സാവർണി ആരാണോ 8ാമത്തെ മനുവായി പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കേട്ടോളൂ, ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ആരംഭിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് മന്വന്തരാധിപനായത്? മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപഃ സ ബഭൂവ മഹാഭാഗഃ. ആ ഭാഗ്യവാനായ സുഹൃതിയായ അദ്ദേഹം മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണോ മന്വന്തരാധിപതിയായി മനുവായി തീർന്നത്, ആ രവിയുടെ പുത്രനായ സാവർണിയായി തീർന്നത്, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് ആമുഖം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, ശ്രോതാവിനെ കൊണ്ടുപോകുന്നതാണ്. സ്വാരോജിഷേന്തരേ പൂർവം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. പൂർവം പണ്ട് സ്വാരോജിഷം എന്ന മന്വന്തരത്തിൽ എന്ന് പറഞ്ഞാൽ 2ാമത്തെ മന്വന്തരം. സ്വയംഭൂ മന്വന്തരം കഴിഞ്ഞ് അടുത്ത മന്വന്തരമാണ് സ്വാരോജിഷ മന്വന്തരം. അപ്പോൾ ആ സ്വാരോജിഷ മന്വന്തരത്തിൽ അദ്ദേഹം ചൈത്രവംശം എന്ന് പറഞ്ഞ വംശത്തിൽ ഉത്ഭവിച്ച സുരതൻ എന്ന രാജാവായിരുന്നു. ഭൂമിയുടെ മുഴുവൻ ആധിപത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ സുരതൻ എന്ന രാജാവിൻ്റെ കഥ പറഞ്ഞ് ആരംഭിക്കുകയാണ്. അങ്ങനെ പ്രജകളെ നന്നായി തൻ്റെ പുത്രന്മാരെ പോലെ പരിപാലിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് കോലാവിധ്വംസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ശത്രുക്കളുണ്ടായി. ദുഷ്ടന്മാരായിട്ടുള്ള കോലാവിധ്വംസികൾ എന്ന രാജാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി ഭവിച്ചു. അങ്ങനെ ശത്രുക്കൾ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആക്രമിച്ചു. അവർ തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായപ്പോൾ ആ കോലാവിധ്വംസികൾ ജയിച്ചു. അതിന് കാരണം എന്താണ്? തൻ്റെ തന്നെ ആളുകൾ ഈ കോലാവിധ്വംസികളാൽ സ്വാധീനിക്കപ്പെട്ട് അവരുടെ പക്ഷത്തിലേക്ക് ചേർന്നിരുന്നു.
അങ്ങനെ തൻ്റെ തന്നെ സൈന്യനായകന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ചതിച്ച് ഈ സുരതൻ എന്ന രാജാവിനെ ചതിച്ച് ശത്രുപക്ഷത്തേക്ക് കൈക്കൂലി വാങ്ങിച്ച് ആ പക്ഷത്ത് ചേർന്നു. അവരിൽ നിന്ന് സ്ഥാനമാനങ്ങളും കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ആ കോലാവിധ്വംസികളുടെ കൂടെ കൂടി അവരുടെ യജമാനനായ സ്വാമിയായ ഈ സുരത രാജാവിനെ ചതിച്ചു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് ഏകാഗിയായ ഒരു കുതിരപ്പുറത്ത് യാത്രയാവുകയാണ്. മൃഗയാ വ്യാജേന എന്ന് പറഞ്ഞു. രക്ഷപ്പെട്ട് ഓടുകയാണ്, നായാട്ടിന് പോകുന്ന വ്യാജേന. ബാക്കി ആരെങ്കിലും ചോദിച്ചാൽ നായാട്ടിന് വന്നതാണെന്ന് പറയും. എന്നാൽ അറിയുന്നവർക്കറിയാം ഇദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ട് പലായനം ചെയ്തതാണെന്ന്. അങ്ങനെ മൃഗയാ വ്യാജേന എല്ലാം നഷ്ടപ്പെട്ട ആ ഭൂപതി ഏകാഗിയായി കുതിരപ്പുറത്ത് കയറി ഗഹനമായ വനത്തിലേക്ക് യാത്രയായി. അവിടെ അദ്ദേഹം ഒരു ആശ്രമം കണ്ടുമുട്ടുന്നു. മേധസഹ ദ്വിജവര്യസ്യ എന്ന് പറഞ്ഞു. ഈ മേധസഹ എന്ന് പറഞ്ഞത് മേധസ്സിൻ്റെ, ഏത് മേധസ്? സുമേധസ് എന്ന് പറയുന്ന ഋഷിയുടെ ആശ്രമം അദ്ദേഹം കണ്ടുമുട്ടി. അവിടെ അദ്ദേഹം കുറെ കാലം കഴിയുന്നു. ആ ആശ്രമത്തിൽ അദ്ദേഹം അന്തേവാസിയായി കുറച്ചു കാലം കഴിയുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം പകലൊക്കെ അങ്ങനെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുന്നു. ഇതശ്ച വിചരന്, അവിടെ വട്ടത്തിരിഞ്ഞു ആ മുനിയുടെ ആശ്രമത്തിലിരുന്നു കൊണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ അസ്വസ്ഥനായി അലഞ്ഞു തിരിയുമ്പോൾ സ്വയം ചിന്തിക്കുന്നുണ്ട്. എന്താ ചിന്തിക്കുന്നത്? ഞാൻ എത്ര നന്നായിട്ട് പരിപാലിച്ചതാണ് എൻ്റെ രാജ്യം, എൻ്റെ പുരം, എൻ്റെ കൊട്ടാരം, അതുപോലെ എൻ്റെ ഖജനാവ്, എൻ്റെ സൈന്യങ്ങൾ, ചതുരംഗ സൈന്യങ്ങൾ എല്ലാം നന്നായി പരിപാലിച്ചതായിരുന്നു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടുല്ലോ എനിക്ക്. ഇപ്പം അതെല്ലാം ആരെല്ലാം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവോ, ഒക്കെ ദൂർത്തടിച്ച് കളയുന്നുണ്ടാവൂലോ. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എൻ്റെ വലിയ ഗജേന്ദ്രൻ, എൻ്റെ ശൂരഹസ്തി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആന ഗജേന്ദ്രനുണ്ട്, അതിനെ അവരൊക്കെ പീഡിപ്പിക്കുന്നുണ്ടാവൂലോ. എൻ്റെ ചതുരംഗ സൈന്യങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുണ്ടാവൂലോ. എൻ്റെ ഖജനാവിലെ ധനമെല്ലാം അവർ ദൂർത്തടിക്കുന്നുണ്ടാവൂലോ. എൻ്റെ ബന്ധുക്കളും പുത്രന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം വളരെ മമതാപൂർവം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ട്. അങ്ങനെ അദ്ദേഹം അലഞ്ഞു തിരിയുമ്പോൾ അദ്ദേഹം ഒരു പുതിയൊരാളെ ആ വനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അതാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തത്ര വിപ്രാശ്രമ അഭ്യാസേ വൈശ്യമേകം ദദർശസഹ, ആ ബ്രാഹ്മണന്റെ ആശ്രമത്തിന്റെ സമീപത്തൊരു വൈശ്യനെ കണ്ടുമുട്ടി എന്ന്. ആ വൈശ്യനോട് ചോദിച്ചു, അങ്ങ് ആരാ, എന്താ ഇവിടെ കാര്യം, അങ്ങേക്ക് എന്നെ പോലെ തന്നെ അങ്ങും ദുഃഖിതനായി കാണപ്പെടുന്നുവല്ലോ, എന്തോ മനസ്സിന് ക്ലേശമുള്ളതുപോലെ കാണപ്പെടുന്നുവല്ലോ എന്നൊക്കെ ഈ രാജാവിൻ്റെ ചോദ്യം കേട്ട് ആ വൈശ്യൻ മറുപടി പറയുന്നതാണ് ഇവിടെ 19-ാം ശ്ലോകം ആരംഭിക്കുന്നത്. വൈശ്യ ഉവാച എന്ന്. ആ വൈശ്യൻ രാജാവിനോട് മറുപടി പറയണു, എൻ്റെ പേര് സമാധി എന്നാണ്. സമാധിർനാമ വൈശ്യോഹം. നല്ല ധനികന്മാരുടെ കുലത്തിൽ ഞാൻ ജനിച്ചു. എന്നാൽ ധനമോഹികളായിട്ടുള്ള എൻ്റെ പുത്രന്മാരാലും എൻ്റെ ഭാര്യയായാലും ഞാൻ ചതിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു. അവരെന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഭാര്യയും മക്കളും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട, ധനവും നഷ്ടപ്പെട്ട ഞാൻ ഏകാഗിയായി ആശ്രയമില്ലാതെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടതാണ്. ആർക്കും എന്നെ വേണ്ടാതായി. ഇനിയിപ്പോൾ അവരുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യുന്നു. ഞാൻ എത്ര സ്നേഹിച്ചവരാണ്, അവരിപ്പോൾ എന്ത് കാണിക്കുന്നുണ്ടാവും എന്നുള്ള ആ മമത എന്നെ വിട്ടുപോകുന്നുമില്ല. അവർക്ക് ഗൃഹത്തിൽ ക്ഷേമമാണോ അക്ഷേമമാണോ, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ ദുഷിച്ച് ജീവിക്കുന്നുണ്ടോ, ഈ വ്യാകുലതകൾ എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വൈശ്യനും എന്താ പറയുക, ഈ രാജാവിനോട് തൻ്റെ ആവലാതികളെ പറഞ്ഞു. അപ്പോൾ ഉരല് ചെന്ന് മദ്ദളത്തോട് പറയും പോലെ എന്ന് പറയും പോലെ ഈ ഉരലും മദ്ദളവും തമ്മിൽ പരസ്പരം അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ രാജാവിനെ കേട്ടിട്ട് രാജാവിന് തന്നെ അതിശയം തോന്നി. രാജാവ് ഈ വൈശ്യനോട് ചോദിക്കുകയാണ്, അല്ല, അങ്ങേ ഉപേക്ഷിച്ചവരെ കുറിച്ച് അങ്ങ് എന്തിനാ വെറുതെ ചിന്തിച്ച് വ്യാകുലപ്പെടണത് എന്ന്. അല്ലേ, ഇതാണല്ലോ നമ്മുടെയൊക്കെ സ്വഭാവം. നമ്മുടെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്. ഇവിടെ രാജാവും ചോദിക്കണം, അങ്ങേ ഉപേക്ഷിച്ചവരെ കുറിച്ച് അങ്ങ് എന്തിനാ വ്യാകുലപ്പെടണത് എന്ന്. അപ്പോൾ വൈശ്യനും പറഞ്ഞു, എന്താ ചെയ്യുക, എൻ്റെ മനസ്സ് അങ്ങനെയായിപ്പോയി. അവരെ വിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവരെന്നെ ഉപേക്ഷിച്ചാലും അവരെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉള്ളത് തുറന്നു പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും ഒരേ അവസ്ഥയാണ്.
ആ സുരതൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും. അവർ രണ്ടുപേരും കൂടി എവിടേക്ക് പോയി? ഈ മുനിയുടെ അടുത്തേക്ക് ഇപ്പോഴാണ് ചെല്ലുന്നത്. ഇതുവരെ മുനിയുടെ കൂടെ താമസിച്ചുവെങ്കിലും ഈ സുരത രാജാവ് തൻ്റെ ആവലാതി മുനിയുമായിട്ട് പങ്കുവച്ചിട്ടില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അത് ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായത്. അദ്ദേഹം അവിടേക്ക് ചെന്നു എന്ന് മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞ് മാർക്കണ്ഡേയൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ആ മുനിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഉള്ള കാര്യം രണ്ടുപേരും തുറന്നു പറഞ്ഞു. രാജാവ് മുനിയോട്, രാജാവാണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മുന്നിൽ സംസാരിക്കുന്നത്. ഭഗവൻ എന്ന മുനിയെ സംബോധന ചെയ്യണ്. അല്ലയോ, അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു. എൻ്റെ മനസ്സ് ഒരു നിയന്ത്രണവുമില്ലാതെ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ രാജ്യത്തോടുള്ളതായിട്ടുള്ള മമതയും എൻ്റെ രാജ്യ അംഗങ്ങളിലും എൻ്റെ ബന്ധുക്കളിലുമുള്ളതായിട്ടുള്ള മമതയും എന്നെ വിട്ടുപോകുന്നില്ല. എന്നെ അവരെല്ലാം ഉപേക്ഷിച്ചിട്ടും അവരെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവരെക്കുറിച്ചുള്ളതായിട്ടുള്ള വ്യതകൾ എൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മോഹം, ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ, ഞങ്ങളെ ഉപേക്ഷിച്ചവരെ സ്നേഹിക്കാൻ പാടില്ല എന്നിട്ടും ഞങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് അവരോടുള്ള മമതയോടുകൂടി എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മൂഢതയ്ക്ക് കാരണം എന്താണ് എന്ന് ചോദ്യം ചെയ്യുകയാണ്. ഈ ഋഷിയോട് ചോദിക്കണം. അപ്പോഴാണ് ഈ ഋഷി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. 35-ാം ശ്ലോകത്തിലാണ് സുമേധസ് ഋഷിയുടെ വാക്കുകൾ ആരംഭിക്കുന്നത്. ഋഷിരുവാച എന്ന്. അപ്പൊ ഋഷി പറയുന്നു, എല്ലാവർക്കും ജ്ഞാനമൊക്കെ ഉണ്ട്. എല്ലാ ജന്തുക്കൾക്കും വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിലുള്ള വിഷയങ്ങൾ പലതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള ജ്ഞാനങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും ഓരോ തലത്തിലാണ് അവരുടേതായിട്ടുള്ള ജ്ഞാനം. അതുപോലെ മനുഷ്യർക്കും പല വിഷയത്തിലും ജ്ഞാനമുണ്ട്. എന്നാൽ ഈ ജ്ഞാനമുണ്ടായിട്ടും മോഹിതരായിരിക്കുന്നവരാണ് മനുഷ്യർ കൂടുതലായിട്ട്. അതിന് കാരണം എന്താണ്? മഹാമായാ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ. സംസാരസ്ഥിതികാരിയായ മഹാമായയുടെ പ്രഭാവം കൊണ്ടാണ് ഈ മനുഷ്യർ കൂടുതൽ മോഹിതരായിരിക്കുന്നത്, അറിവുണ്ടായിട്ടും മോഹിച്ചിരിക്കുന്നത്. അതിൽ വിസ്മയിക്കുകയൊന്നും വേണ്ട. ഈ യോഗനിദ്രയുടെ ആ മഹാമായ, ഹരിയുടെ മഹാമായ ഉണ്ടല്ലോ, ഈ ലോകത്തിനെ മുഴുവൻ മോഹിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇവിടെ ഈ ശ്ലോകം പറയുന്നത്. ജ്ഞാനിനാമഭിഛേദാംസി ദേവി ഭഗവതി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ജ്ഞാനികളുടെ, എത്രയോ വലിയ പണ്ഡിതന്മാർ, വിശ്വാമിത്രാദി ഋഷികളെ പോലെയുള്ള ജ്ഞാനികളുടെ പോലും മനസ്സിനെ ദേവി ബലമായി ആകർഷിച്ച് മോഹത്തിനായി കൊണ്ടു കൊടുക്കുന്നു. അവരെ മൂഢരാക്കി തീർക്കുന്നു, ഭ്രമിപ്പിക്കുന്നു. ആ ദേവിയുടെ ശക്തി അപാരമാണ്. ആ ദേവി തന്നെയാണ് ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നത്. അവൾ തന്നെയാണ് പ്രസന്നയായാൽ എല്ലാം കൊടുത്ത് മോക്ഷവും കൊടുക്കുന്നത്. അപ്പോൾ ദേവി തന്നെയാണ് ബന്ധന കാരണവും, ദേവി തന്നെയാണ് മോക്ഷകാരണവും. ആ ദേവി തന്നെയാണ് വിദ്യാസ്വരൂപിയായിരിക്കുന്നതും, ആ ദേവി തന്നെയാണ് അവിദ്യാസ്വരൂപിണിയായിരിക്കുന്നതും. സാ വിദ്യാ പരമാ മുക്തേഹേ ഹേതുഭൂത സനാതനി സംസാര ബന്ധഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി എന്ന ദേവിയുടെ രണ്ട് ഭാവങ്ങളെ, തന്നെ ഭജിക്കാത്ത ദുഷ്ടജനങ്ങളെ ദേവി അവിദ്യാരൂപത്തിൽ സംസാര ബന്ധനം ചെയ്യുന്നു. തന്നെ ഭജിക്കുന്നവരെ ദേവി വിദ്യാസ്വരൂപിണിയായി അനുഗ്രഹിച്ച് മോക്ഷം കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് രൂപത്തിലും ദേവി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആമുഖം പറഞ്ഞതായിട്ടുള്ള സമയത്ത് രാജാവ് കൂടുതൽ ചോദ്യം ചെയ്യണു. അല്ല ഭഗവാനെ, ആരാ ഈ ദേവി? അങ്ങിപ്പോൾ മഹാമായ എന്നൊക്കെ പറഞ്ഞുവല്ലോ, അവൾ എവിടുന്നാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് അവളുടെ കർമ്മം? എന്തൊക്കെയാണ് അവളുടെ പ്രഭാവം? എന്താണ് അവളുടെ സ്വരൂപം? എവിടുന്ന അവളുടെ ഉത്ഭവം? അതൊക്കെ തത് സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദാംബര. അല്ലയോ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഋഷേ, അങ്ങയിൽ നിന്ന് എല്ലാം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ഉത്സാഹം, തൻ്റെ കൗതുകം, തൻ്റെ ജിജ്ഞാസ, ശുശ്രൂഷ അത് പ്രകടിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധയോടുകൂടെ ചോദിച്ചതായിട്ടുള്ള ഈ രാജാവിന്, സുരതൻ എന്ന രാജാവിന് മറുപടിയായിട്ടാണ് ഋഷി ദേവീ മാഹാത്മ്യം ആരംഭിക്കുന്നത്. ദേവീ മാഹാത്മ്യം ശരിക്കും ആരംഭിക്കുന്നത് 48-ാം ശ്ലോകം മുതൽക്കാണ്. ഋഷിരുവാച എന്ന്. അപ്പോൾ ഇതുവരേക്ക് ആ ദേവീ മാഹാത്മ്യം കേൾക്കാനുള്ള ഔത്സുക്യം
ഉണ്ടാക്കി. ആർക്ക്? ഈ സുരതൻ എന്ന രാജാവിന്. ആ ഒരു പശ്ചാത്തലം വർണ്ണിച്ചതാണ് 47 ശ്ലോകം വരെ. 48 ശരിക്കും പ്രഥമചരിതം എന്ന ദേവി മാഹാത്മ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഋഷി പറഞ്ഞു തുടങ്ങുന്നു, ആ ദേവി നിത്യസ്വരൂപിണിയാണ്, എപ്പോഴും ഉള്ളവളാണ്. എങ്കിലും അവളാൽ വ്യാപിതമാണ് ഈ ലോകം മുഴുവൻ. എങ്കിലും അവളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ പറയാം, കേട്ടോളൂ എന്ന്. അപ്പോൾ ജനിക്കാത്തവളുടെ ജനനത്തെക്കുറിച്ച് പറയാം എന്നാണ് പറയുന്നത്. കാരണം നിത്യയായിട്ട് ദേവിക്ക് ജനനത്തിൻ്റെ ആവശ്യമില്ല, എന്നുമുള്ളവളാണ്. അപ്പം എന്നുമുള്ളവൾ ജനിക്കേണ്ടതുണ്ടോ? ഇല്ല. എങ്കിലും അവൾ ജനിച്ചു എന്ന് പറയുന്നത് ഓരോ അവതാരങ്ങളെ എടുത്ത് ലീല ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ അവതാരം അതിനെക്കുറിച്ച് പറയുന്നു. എപ്പോഴാണ് ആ കഥ? ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സാ യഥാ. ദേവന്മാരുടെ കാര്യസാധ്യത്തിനായി കൊണ്ട് ദേവി ആവിർഭവിക്കുമ്പോൾ ഉൽപ്പന്നേതി തഥാ ലോകേ സാ നിത്യാപി അഭിധീയതേ. നിത്യയാണെങ്കിലും എപ്പോഴുമുള്ളവളാണെങ്കിലും അവൾ ഉൽപ്പന്നയാണ് എന്ന് പറയുന്നു. അവൾ ഉണ്ടായി, ജനിച്ചു എന്നൊക്കെ ആളുകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. യോഗനിദ്രാം യഥാ വിഷ്ണു ജഗത്യേകാർണവീകൃതേ ആസ്ഥീര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭുഃ തദാ ദ്വൗ അസുരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണുകർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ. അപ്പൊ ദേവിയുടെ ആദ്യ ലീലയെ, അവതാര ലീലയെ വർണ്ണിക്കാൻ ആരംഭിച്ചതാണ് 50-ാമത്തെ ശ്ലോകം. എപ്പോഴാണോ ആ വിഷ്ണു ഭഗവാൻ ലോകം മുഴുവൻ പ്രളയത്തിലെ ഏകാർണവമായിരുന്നപ്പോൾ യോഗനിദ്രയെ പ്രാപിച്ചത്, ശേഷൻ എന്ന മെത്തയെ വിരിച്ച് അതിൽ കൽപ്പാന്തത്തിൽ ഭഗവാൻ ശേഷശായിയായി ശയിച്ചപ്പോൾ ആ പ്രളയകാലത്ത് 2 ഘോരന്മാരായ അസുരന്മാരുണ്ടായി. എവിടുന്ന്? വിഷ്ണു കർണമലോദ്ഭൂതവും, വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് ഉത്ഭവിച്ചവരായിട്ട്, വിഷ്ണുവിൻ്റെ കാതിലെ അഴുക്കിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ കഥ കേൾക്കുക. അപ്പോൾ വിഷ്ണുവിൻ്റെ കാതിലെ മലത്തിൽ നിന്ന്, അഴുക്കിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി. മധുകൈടഭന്മാരെന്ന് വിഖ്യാതന്മാരായിട്ട്. ഒരാളുടെ പേര് മധു, മറ്റൊരാളുടെ പേര് കൈടഭൻ എന്ന്. അവർ 2 പേരും ഈ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ഉത്ഭവിച്ചു വരുന്ന ബ്രഹ്മദേവനെ കൊല്ലുവാൻ പുറപ്പെട്ടു, ആക്രമിക്കാൻ പുറപ്പെട്ടു. ഹന്തും ബ്രഹ്മാണമുദ്യതൗ. ആ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ഉത്ഭവിച്ചു വരുന്ന ബ്രഹ്മദേവൻ ഈ അസുരന്മാരെ കണ്ട് ഈ ജനാർദ്ദനനായ വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിച്ചു. ഉറങ്ങിക്കിടക്കുന്ന യോഗനിദ്രയിലാണ്ടിരുന്ന വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ ഉണർന്നില്ല. അപ്പോഴാണ് ബ്രഹ്മദേവന് മനസ്സിലായത് വിഷ്ണുവിനെ യോഗനിദ്രാദേവി പിടികൂടിയിരിക്കുകയാണ്. ആ യോഗനിദ്രാദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ വിഷ്ണു ഉണരുകയുള്ളൂ. വിഷ്ണു ഉണർന്നാൽ മാത്രമേ ഈ അസുരന്മാരെ വിഷ്ണു നിഗ്രഹിച്ച് തന്നെ രക്ഷിക്കുകയുള്ളൂ എന്ന് ബോധ്യം വന്ന് ആ ബ്രഹ്മദേവൻ ആ യോഗനിദ്രാദേവിയെ സ്തുതിക്കുകയാണ്. അതാണ് തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിതഃ വിബോധനാർത്ഥായ ഹരേ ഹരിനേത്രകൃതാലയാം. ഹരേഹേ വിബോധനാർത്ഥായ, ഹരിയെ ഉണർത്താനായിക്കൊണ്ട് ഹരിയുടെ നേത്രത്തിൽ വാസം ചെയ്യുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ കണ്ണുകളെ ആവരണം ചെയ്തിരിക്കുന്ന ആ യോഗനിദ്രാദേവിയെ, ആ മഹാകാളിയെ കാളരാത്രി സ്വരൂപിണിയായി ബ്രഹ്മദേവൻ സ്തുതിച്ചു. അതാണ് ആ സ്തുതിയെക്കുറിച്ച് ആരംഭിക്കുന്നതാണ്. വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോഹോ അതുലാം തേജസഃ പ്രഭുഃ. ആ സ്തുതിയെക്കുറിച്ച് പറയണം. ജഗദ്ധാത്രിയും വിശ്വേശ്വരിയും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയുമായിരിക്കുന്ന ആ ഭഗവതിയായ നിദ്രാദേവിയെ, തുലനമില്ലാത്ത ദേവിയെ ആ ബ്രഹ്മദേവൻ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മോവാച എന്നാരംഭിക്കുന്നു. ഏതാണ് ആ ബ്രഹ്മോവാച? ബ്രഹ്മദേവൻ കാളരാത്രിയായ മഹാകാളിയെ സ്തുതിക്കുന്ന രാത്രി സൂക്തം എന്ന സൂക്തം. നമ്മൾ മുമ്പേ രാത്രി സൂക്തം പറഞ്ഞു.
ദേവി മഹാത്മ്യം ആരംഭിക്കുന്നതിന് മുമ്പും ഈ രാത്രി സൂക്തം മാത്രമായിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു. ആ രാത്രി സൂക്തം കൊണ്ട് സ്തുതിച്ചു. ആ ദേവിയുടെ സ്തുതിയാണ് രാത്രി സൂക്തം. അത് നമുക്ക് പിന്നെ വിസ്തരിച്ച് കാണാം. 15 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചു. ബ്രഹ്മോവാച എന്ന് പറഞ്ഞ് ആ 55 മുതൽക്ക് 68 ശ്ലോകം വരെയുള്ളതായിട്ടുള്ള ശ്ലോകം, അതിൽ 54 അടക്കമാണ് 15 ശ്ലോകങ്ങൾ. അപ്പോൾ ദേവിയെ സ്തുതിച്ചിട്ട് ദേവിയോട് പറഞ്ഞു ബ്രഹ്മാവ്, അമ്മേ, ഈ 2 അസുരന്മാരെ കൊല്ലുവാനായിക്കൊണ്ട് ഈ വിഷ്ണു ജഗൽസ്വാമിയായ അച്യുതൻ പ്രബോധം നീയതാം, പ്രബോധത്തെ നയിക്കപ്പെടട്ടെ, ഉണരുമാറാകട്ടെ, അദ്ദേഹത്തിന് ബോധമുണ്ടാക്കി ചെയ്യൂ. ബോധശ്ച ക്രിയതാം അസ്യ ഹന്തും ഏതൗ മഹാസുരവും, ഈ മഹാ അസുരന്മാരെ ഹനിക്കുവാനായിക്കൊണ്ട് അദ്ദേഹത്തെ ഉണർത്താൻ അമ്മ തന്നെ കനിയണം എന്ന് പറഞ്ഞ് ആ മഹാകാളിയെ സ്തുതിച്ചു. ആ സുമേധസ് ഋഷി കഥ തുടരുകയാണ്. ഋഷി രുവാച എന്ന് പറഞ്ഞ് ബ്രഹ്മാവിന്റെ സ്തുതി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. ഏവം സ്തുതാ തഥാ ദേവി താമസി തത്ര വേദസ വിഷ്ണോ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈഡഭൗ നേത്രാസ്യ നാസികാ ബാഹുഹൃദയേഭ്യസ്തതോരസഃ നിർഗമ്യ ദർശനേ തസ്തൗ ബ്രഹ്മണോ അവ്യക്ത ജന്മനഃ. ഇങ്ങനെ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ദേവി താമസീ ദേവി, വേദസാസ്തുത, ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ട താമസീ ദേവി ആ മധുകൈടവന്മാരെ കൊല്ലുവാനായിക്കൊണ്ട് വിഷ്ണുവിനെ ഉണർത്താനായിക്കൊണ്ട് വിഷ്ണുവിൻ്റെ നേത്ര ആസ്യ നാസിക ബാഹു ഹൃദയേഭ്യ ഉരസഹ നിർഗമ്യ. അപ്പൊ ദേവി ഈ വിഷ്ണുവിൻ്റെ ശരീരാവയവങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിട്ട് ആവരണം നീക്കിയിട്ട്, അല്ലെ, ഒരു പുതപ്പ് കൊണ്ട് മൂടിയിരുന്നത് പോലെ മൂടിയിരുന്നു നിദ്രാദേവി വിഷ്ണുവിനെ. ആ പുതപ്പ് നീക്കുന്നത് പോലെ ആ ദേവി നിദ്രാദേവി മാറി നിന്നു. എന്നിട്ട് ആ ബ്രഹ്മാവിന്റെ മുമ്പിൽ ദർശനം കൊടുത്തു മഹാകാളിയായിട്ട്. അതാണ് ദർശനേ തസ്തൗ, ദർശനത്തിൽ കാണുന്ന മാത്രയിൽ പ്രത്യക്ഷമായി നിന്നു. ബ്രഹ്മണഃ അവ്യക്ത ജന്മനഃ, അവ്യക്തത്തിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മദേവന് ദർശനം കൊടുത്തുകൊണ്ട് മഹാകാളി അനുഗ്രഹിച്ചു എന്നാണ്. ഈ സമയത്താണ് വിഷ്ണു ഭഗവാൻ ഉണർന്നു വന്നത്. ജഗന്നാഥ ഉത്തസ്ഥൗ, ജഗന്നാഥനായ വിഷ്ണു ജനാർദ്ദനൻ ആ ദേവിയാൽ മുക്തനായിട്ട് ഉണർന്നു വന്നു. അങ്ങനെ ഈ എല്ലായിടത്തും പ്രളയ സമുദ്രം ബാധിച്ചിരിക്കുമ്പോൾ ഈ 2 പേരെ കണ്ടു. ആരാ? ഈ മധുകൈടവന്മാരെന്ന ദുഷ്ടന്മാരെ. അങ്ങനെ അതിവീര്യ പരാക്രമികളായിട്ടുള്ള ചുവന്ന കണ്ണുകളോടുകൂടിയതായിട്ടുള്ള അവരെ 2 പേരും ബ്രഹ്മദേവനെ ഹനിക്കാൻ പോകുന്നത് കണ്ട് അവരോട് ഈ ഭഗവാൻ വിഷ്ണു യുദ്ധം ആരംഭിച്ചു. അതാണ് സമുത്തായ തതസ്ഥാഭ്യാം യുയുധേ ഭഗവാൻ ഹരിഹി. എത്ര കാലം? 5 വർഷസഹസ്രാണി. 5 വർഷസഹസ്രാണി എന്ന് പറഞ്ഞാൽ 5000 വർഷം. 5 സഹസ്രം വർഷങ്ങൾ, 5000 വർഷം കൈകളെ കൊണ്ട് ആക്രമിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു. അവർ 2 പേരും അതിബലവാന്മാരായതുകൊണ്ട് വിഷ്ണുവിനോടൊപ്പം യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ 2 പേർക്കും ജയപരാജയങ്ങളില്ല. അങ്ങനെ ഇരിക്കെ ഈ മഹാമായാദേവി വിഷ്ണുവിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ മധുകൈടവന്മാരെ വധിക്കാനും തീരുമാനിച്ചു. അപ്പൊ ദേവി എന്ത് ചെയ്തു? മഹാമായ ഇവരെ 2 പേരെയും മോഹിപ്പിച്ചു, മൂഢന്മാരാക്കി തീർത്തു. അപ്പൊ അവരുടെ തലയ്ക്ക് അഹങ്കാരം പിടിച്ചു. അങ്ങനെ അവർ 2 പേരും അഹങ്കാരത്തോടുകൂടി വിഷ്ണുവിനോട് പറഞ്ഞു, ഏയ്, കേശവനോട് പറയണ, വരോ അസ്മത്തോ വ്രിയതാം, ഞങ്ങൾ 2 പേരിൽ നിന്നും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ. നിന്റെ യുദ്ധത്തിൽ ഞങ്ങൾ പ്രസാദിച്ചിരിക്കണു. നീ കേവലാണ് കേട്ടോ, സമ്മതിച്ചു. 5000 വർഷം ഞങ്ങളോട് യുദ്ധം ചെയ്തുല്ലോ, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിൽ വരം ചോദിച്ചോളൂ എന്ന് ഇവർ ആവശ്യപ്പെട്ടു. അപ്പൊ ഇത് കേട്ട് ഭഗവാൻ എന്ത് മറുപടി പറഞ്ഞു? ആ ഭഗവാനെ ഇങ്ങനെ മറുപടി പറയിപ്പിച്ചതാരാ? ഈ ദേവി തന്നെ, മായാദേവി. ആ ഭഗവാന്റെ ഉള്ളിൽ പ്രവേശിച്ച് ഭഗവാനോട് ഇങ്ങനെ പറയിപ്പിച്ചു. അതാണ് ശ്രീ ഭഗവാൻ ഉവാച എന്നുണ്ട്. ഇവിടെ ആരാ? ഭഗവാൻ വിഷ്ണു അസുരന്മാരോട് പറയണം. എന്താ പറയണത്? ഭവേതാം അദ്യമേ തുഷ്ടൗ മമ വദ്യൗ ഉഭൗ അപി. നിങ്ങൾ 2 പേരും എൻ്റെ അടുത്ത് പ്രസാദിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട വരം, നിങ്ങൾ 2 പേരും എന്നാൽ വധിക്കപ്പെടണം. അന്യനെ വരേണ അത്രയ്ക്കും. വേറെ വരം കിട്ടിയിട്ട് ഇവിടെ ഇപ്പം എനിക്ക് എന്താ കാര്യം? ഏതാവധി വ്രതമായ, ഇത്ര മാത്രമേ എനിക്ക് വരം വേണ്ടൂ.
അപ്പം ഈ വരം മാത്രം മതി, നിങ്ങൾ രണ്ടുപേരും എന്നാൽ വധിക്കപ്പെടണം. ഇപ്പം ഈ അഹങ്കാരികൾ വാഗ്ദാനം ചെയ്ത് പെട്ടു. ഇനിയിപ്പോൾ പിൻവലിയാനൊന്നും വൃത്തിയില്ല. എങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടും? അവർ ചുറ്റും നോക്കി. അതാണ് ഋഷി തുടർന്ന് കഥ പറയണത്. വഞ്ചിതാഭ്യാമിതി തഥാ സർവമാപോമയം ജഗത് വിലോക്യ. അവരിങ്ങനെ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു. അഥവാ വിഷ്ണു ഇങ്ങനെ ചോദ്യം ചെയ്തു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൈകൊണ്ട് മരിക്കണം എന്ന് വരം ചോദിച്ചു, പെട്ടു. അങ്ങനെ വഞ്ചിതരായിട്ടുള്ള അവർ ചുറ്റും നോക്കിയപ്പോൾ സർവം ആപോമയം ജഗത്, എല്ലായിടത്തും വെള്ളപ്രളയം കണ്ടു, ജലപ്രളയം. അപ്പോൾ അവർ വിചാരിച്ചു, ആവാം ജഹി ന യത്ര ഉർവി സലിലേന പരിപ്ലുത. എവിടെയാണോ ഭൂമി സലിലം കൊണ്ട് മൂടാത്തത് അവിടെ വെച്ച് ഞങ്ങളെ കൊന്നോളൂ എന്ന്. കാരണം മുഴുവൻ ഭൂമിയും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പം മുഴുവൻ ഭൂമിയും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഭൂമി എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങാത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊന്നോളൂ എന്ന് ഒരു യുക്തി പ്രയോഗിച്ചതാ. ഇവരുടെ നോട്ടത്തിൽ ഭൂമിയിൽ എവിടെയും വെള്ളമാണ്. അപ്പോൾ വെള്ളമില്ലാത്തവിടത്ത് വെച്ച് ഞങ്ങളെ കൊന്നോളൂ എന്നൊരു ന്യായം പറഞ്ഞു അവർ. അങ്ങനെ ഭഗവാൻ അത് സമ്മതിച്ചു. ഭഗവാന്റെ ഉള്ളിൽ ദേവി പ്രവർത്തിച്ചു, ബുദ്ധി കൊടുത്തു. തതേത്യുക്ത്വാ ഭഗവത ശംഖചക്രഗദാഭൃത. ആ ശംഖചക്ര ഗദാഭൃത്തായ ഭഗവാനാൽ അങ്ങനെയാവട്ടെ തഥാ എന്ന് പറയപ്പെട്ടു. എന്നിട്ടോ കൃത്വാ ചക്രേണ വൈഛിന്നേ ജഗനേ ശിരസി തയോഹോ ശിരസി ജഗനേ കൃത്വാ. അവർ രണ്ടുപേരുടെയും ശിരസ്സുകളെ തൻ്റെ ജഗനത്തിലേക്ക് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാലോ ഭഗവാൻ തൻ്റെ വെള്ളത്തിൻ്റെ ഉപരി നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ മടിയിലേക്ക് വെച്ചിട്ട്, ജഗനം എന്നാൽ അരക്കെട്ട്. അപ്പൊ തൻ്റെ മടിയിലേക്ക് അവരുടെ ശിരസിനെയും രണ്ടിനെയും ബലമാക്കി പിടിച്ചു വെച്ചിട്ട് ചക്രേണ ചിഹ്നേ ചെയ്തു, ചക്രം കൊണ്ട് ചിഹ്നമാക്കി ചെയ്തു എന്നർത്ഥം. ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് വെള്ളം മുങ്ങാത്ത സ്ഥലത്ത് വെച്ച് വേണം ഞങ്ങളെ വധിക്കാനെന്ന് പറഞ്ഞത് ഭഗവാൻ സത്യമാക്കി ചെയ്തു, തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അവരെ വധിച്ചു എന്നാണ്. അപ്പൊ ഇതിനൊക്കെ അനുഗ്രഹിച്ചതാരാ? ആ മഹാമായ ദേവിയാണ്. ഏവമേഷാ സമുത്പന്ന ബ്രഹ്മണ സംസ്തുത സ്വയം. ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ദേവി ഇപ്രകാരം മഹാകാളിയായി അവതരിച്ചു എന്ന് പറഞ്ഞ് അസ്യാ ദേവ്യാഹ പ്രഭാവം ഭൂയഃ വദാമി ശൃണു. ഇനിയും ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് അടുത്ത കഥയിലേക്കുള്ള ബീജാവാപം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം, ഈ ചരിതം അവസാനിപ്പിക്കുന്നത്. ദേവിയുടെ അടുത്ത കഥ പറയാം എന്ന് പറഞ്ഞ് മഹിഷാസുര വധത്തിലേക്കുള്ള ഒരു ആമുഖം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള സൂചന കൊടുത്തുകൊണ്ട് ഈ കഥയെ ഉപസംഹരിച്ചു. അപ്പം ഇങ്ങനെ ആ മഹാമായ യോഗമായ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിഷ്ണു ഭഗവാൻ മധുകൈടവന്മാരെ വധിച്ച കഥയെ ഇവിടെ ചുരുക്കി പറഞ്ഞു. ഇതാണ് പ്രഥമ ചരിതം. അപ്പോൾ ഇതിലുള്ള ആ സ്തുതിക്കാണ് ഏറ്റവും പ്രാധാന്യം. ബ്രഹ്മദേവൻ സ്തുതിച്ച കാളരാത്രി സ്തുതിയായ രാത്രി സൂക്തം. അപ്പോൾ ആ കാര്യങ്ങളും അതുമൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം ഈ ഒന്നാമത്തെ ചരിതം മധുകൈടവ വധം എന്നുള്ളത് ഒരു വിധം സംഗ്രഹിച്ചോടിച്ച് പറഞ്ഞു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി വായിക്കാൻ പഠിക്കുക, അപ്പോൾ വ്യക്തമാകും. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധസദം കൃത്വാ ജഗദംബേതി ചോച്ചരേത്. യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയഃ സുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തദാ കുരു. അജ്ഞാനാദ്വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ
ഗൃഹാണാർച്ചാമിമാം പ്രീത്യ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരീ. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു.